ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സിദ്ധിസ് ഫുഡ് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാലക്കാടൻ മത്തിപ്പുളി. അതിനായിട്ട് ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ചേർത്തി, അതിനുശേഷം അതിലേക്ക് ഒരു 1/2 കപ്പ് ചെറിയ ഉള്ളി ഏകദേശം ഒരു 20 ചെറിയ ഉള്ളി ചേർത്തി നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ല ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റിയെടുക്കണം. അതിനുശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തി നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ വറുത്തെടുക്കുക. നല്ലപോലെ വറുത്തതിന് ശേഷം ഒരു മിക്സി ജാറിലേക്ക് മാറ്റിയിട്ട് അല്പം വെള്ളം ചേർത്തി നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അതിനുശേഷം ഒരു മൺചട്ടിയിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1/4 കപ്പ് ഇഞ്ചി, നീളത്തിൽ അരിഞ്ഞ ഇഞ്ചി ചേർത്തി നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് 3 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്തി നല്ലപോലെ വഴറ്റി കൊടുക്കണം. ഇഞ്ചിയും പച്ചമുളകും വഴണ്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാല പേസ്റ്റും കൂടി ചേർത്തി നല്ല ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി കൊടുക്കണം. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തി മിക്സ് ചെയ്ത് കൊടുക്കുക. മസാല ഇപ്പോൾ നല്ലപോലെ വഴണ്ടു വന്നിട്ടുണ്ട്. അതിലേക്ക് നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചിട്ടുള്ള വെള്ളം അതിലേക്ക് ചേർത്തി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. വെള്ളവും മസാലയും കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ചേർത്തി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്തി കൊടുക്കുക. മസാല നല്ലപോലെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി ചേർത്തി കൊടുക്കുക. മീനെല്ലാം ചേർത്തി കൊടുത്തതിന് ശേഷം അതിനെ ഒരു അടപ്പിട്ട് അടച്ച് വെച്ച് ഒരു 8 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം. എട്ട് മിനിറ്റിന് ശേഷം മീനെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി മീൻ പുളിയിലേക്ക് വറുത്തിടാനായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് 1 ടീസ്പൂൺ കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ, 3 വറ്റൽമുളക്, അല്പം കരിവേപ്പിലയും കൂടി ചേർത്തി നന്നായി വറുത്ത് കറിയിലേക്ക് ചേർത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പാലക്കാടൻ മത്തിപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. സിദ്ധിസ് ഫുഡ് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.